ഗുഡ് മോർണിംഗ്. ഇന്നെന്താണ്? മൺഡേ ആണല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും മൺഡേയിൽ ഏത് ക്ലാസ് കാണാനാണ് വന്നിരിക്കണേ? ഏതാണ്? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ? നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നിങ്ങൾ മറക്കാതിരിക്കുകയാണ് ലെറ്റേഴ്സ് പിന്നെയും ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഏതൊക്കെ ലെറ്റേഴ്സാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. പറയൂ. ക്യാപിറ്റൽ എ, സ്മോൾ എ. ഓക്കെ. ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ക്യാപിറ്റൽ സി, സ്മോൾ സി. ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. ക്യാപിറ്റൽ ഇ, സ്മോൾ ഇ. Capital F, small f. Capital G, small g. ഇനി എന്താണ്? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. നമുക്ക് അടുത്ത് പറയാം. ക്യാപിറ്റൽ എച്ച്, സ്മോൾ എച്ച്. ക്യാപിറ്റൽ ഐ, സ്മോൾ ഐ. ക്യാപിറ്റൽ ജെ, സ്മോൾ ജെ. ക്യാപിറ്റൽ കെ, small k. Capital L, small l. Capital M, small m. Capital N, small n. Capital O, small o. Capital P, small p. Capital Q, small q. Capital R, small r. Capital S, small s. Capital T, small t. Capital U, small u. Capital V, small v. Capital W, small w. Capital X, small x. Capital Y, small y. Capital Z, small z. ഇത്രയാണ് നമ്മൾ ലെറ്റേഴ്സ് പഠിക്കുന്നത്. ഏതൊക്കെയാ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇത്രയാണ് നമ്മുടെ ലെറ്റേഴ്സ് അല്ലേ? ഓക്കെ. നമ്മൾ ഇത്രയും ലെറ്റേഴ്സ് നന്നായിട്ട് പറഞ്ഞു പഠിക്കുമോ? പറഞ്ഞു പഠിക്കും. നമ്മുടെ LKG കുട്ടികൾക്ക് നമുക്കിത് എന്താ ചെയ്യേണ്ടത്? എഴുതാനുണ്ടല്ലോ നന്നായിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്യണം കേട്ടോ. നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പറഞ്ഞു പഠിക്കണേ. മറക്കരുത് പറഞ്ഞു പഠിക്കാൻ. ഓക്കെ. എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് എടുത്തേ. നമുക്ക് ടെക്സ്റ്റ് പഠിക്കാമല്ലോ. എടുത്തേ. ടേം 2 എടുത്തേ. അതിലെ പേജ് നമ്പർ 2525 ആണ് നമ്മൾ പഠിക്കാൻ പോണത്. പേജ് നമ്പർ 2525 എടുത്തോ? എല്ലാവരും എടുത്തു അല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? ക്യൂ വെച്ച് പഠിച്ചു അല്ലേ? ക്യൂ വെച്ചിട്ട് എന്തൊക്കെയാ പഠിച്ചേ? ക്യൂൻ. ആരാണ്? ക്യൂൻ. ക്യൂ വെച്ച് എന്താ പഠിച്ചേ? ക്യൂൻ. പിന്നെയോ? ക്യൂൻ ആരാന്നാ പറഞ്ഞേ? രാജാവിന്റെ റാണി അല്ലേ? രാജാവിന് നമ്മൾ കിങ് എന്ന് പറയും, റാണിക്ക് നമ്മൾ ക്യൂ എന്ന് പറയും. ഓക്കെ. അടുത്ത എന്താ? ക്യുൽ. എന്താണ്? ക്യുൽ. ക്യുൽ എന്താ? അതാണ്ട് തൂവലല്ലേ? ഓക്കെ. അടുത്ത എന്താ? ക്യൂ. ക്യൂ. നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കണം അല്ലേ ഇവിടെ? നിങ്ങൾക്ക് അറിയാം ക്യൂ എന്താണോ? എന്താണിത്? ക്യൂ. ഓക്കെ. അടുത്ത എന്താ? ക്വിൽട്ട്. എന്താണിത്? ക്വിൽട്ട്. ക്വിൽട്ട് എന്താ? പൊതപ്പല്ലേ? നമ്മൾ പൊതയ്ക്കുന്ന അകത്ത് പഞ്ഞൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ക്വിൽട്ട് അല്ലേ? ക്വിൽട്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇന്നെന്താ പഠിക്കണ്ടേ?
പേജ് നമ്പർ 25 അല്ലേ? ഏത് ലെറ്റർ ഇത്? ഏത് ലെറ്ററാ? ആർ. ഏത് ലെറ്ററാ? ആർ. ആർ എങ്ങനെ എഴുതണേ? എങ്ങനെ എഴുതണേ? 1 ഇട്ടു, ഇങ്ങനെ ഇട്ടപ്പോ എന്തായി? പി. എന്തായി ഇത്? പി. പിന്റെ അവിടുന്ന് എന്ത് ചെയ്തു നമ്മള്? ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അല്ലേ? ഏത് ലെറ്ററാ? ആർ. എങ്ങനെയാണ് നമ്മൾ 4 ലൈനിൽ എങ്ങനെ എഴുതും? 4 ലൈനിൽ നമ്മൾ എങ്ങനെ എഴുതണേ? 1 വരച്ചു. ഈ 3 ലൈൻസിലേ പറ്റുള്ളൂ കേട്ടോ. നമ്മളെല്ലാ ക്യാപിറ്റൽ ലെറ്ററും 3 ലൈൻസിലാണ് എഴുതുക. 4 ലൈൻസിൽ 3 ലൈൻസിൽ മാത്രം വൃത്തിയായിട്ട് നീറ്റായിട്ട് 1 വരച്ചു. പിന്നെ സിയുടെ തിരിച്ചിട്ടു അല്ലേ? സീനെ തിരിച്ചിട്ടപ്പോ എന്തായി? പി ആയി. പി നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇനിയിപ്പോ ആറാക്കാൻ ഭയങ്കര സിമ്പിളാ. ദേ ഈ പോയിന്റിൽ നിന്ന് ചരിച്ചിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വരച്ചാൽ മതി. ഏതാണിത്? ആർ. ഒന്നും കൂടെ 1 വരച്ചു, പി വരച്ചു, അവിടുന്ന് ഇങ്ങോട്ട്. എന്താ ഇത്? ആർ. ഒന്നുകൂടി പി വരച്ചു, ഇവിടുന്ന് ചരിച്ചൊരു ലൈൻ വരച്ചു. 3 ലൈൻസിലെ പറ്റത്തുള്ളൂ. എങ്ങനെയാ? 1 വരച്ചു, പി ആയി. ഇവിടുന്ന് ഇവിടെ ഒന്നും കൊണ്ട് ഇങ്ങനെ എഴുതരുത്. ഇവിടെ ഒന്നും കൊണ്ട് എഴുതരുത്. ഇങ്ങനെ എഴുതണേ? ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് ആർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആർ വെച്ചിട്ടുള്ള വേർഡ്സ് പഠിക്കാമല്ലോ. ആർ. ആർ ഫോർ. ഇതെന്താണ്? ക്യാപിറ്റൽ ആർ. ഇതോ? സ്മോൾ ആർ. സ്മോൾ ആർ എങ്ങനെ എഴുതുക? സ്മോൾ ആർ എഴുതാനായിട്ട് ഒരു ചെറിയ 1 വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറുതായിട്ട് ചരിച്ചിട്ട് എഴുതുക. ഇതാണ് ഒരു 1 വരച്ചു, ചെറുതായിട്ട് ചരിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. എങ്ങനെയാ? നമ്മൾ സ്മോൾ ലെറ്റർ എവിടെ എഴുതുക? ഈ 2 ലൈനിൽ മാത്രമേ ഉള്ളൂ അല്ലേ? എന്ത് ചെയ്തു? ഒരു ചെറിയ 1 വരച്ചു, ഇങ്ങോട്ട് 1 വരച്ചു, ഇങ്ങോട്ട് ചരിച്ചു, 1 വരച്ചു, ചരിച്ചു, 1 ചരിച്ചു. കണ്ടോ? ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട്. കണ്ടല്ലോ? ഇതാണ് ആർ. സ്മോൾ ആർ. കണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ആർ ഫോർ റോസ്. എന്താണിത്? റോസ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ റോസ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റോസ് അല്ലേ? ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് റോസ്. നല്ല ഭംഗിയാണ് കാണാൻ. അത് പിച്ചിപ്പിക്കിരിയൊന്നും കളയരുത് അല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ സ്മെൽ. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്, നല്ല സ്മെല്ലും ആണ് അല്ലേ? എന്താണ്? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ആർ ഫോർ റോസ്. എന്താണ്? ആർ ഫോർ റോസ്. ഓക്കെ. ഇനി എന്താണ്? ആർ ഫോർ റാബിറ്റ്. എന്താണ്? ആർ ഫോർ റാബിറ്റ്. റാബിറ്റ് എന്താ? മുയലച്ചാരല്ലേ? നമുക്കറിയാം മുയലച്ചനെ ഇല്ലേ? മുയലിനെയാണ് എന്ത് പറയണത്? റാബിറ്റ്. ആർ ഫോർ റാബിറ്റ്. എന്താ? ആർ ഫോർ റോക്കറ്റ്. എന്താണ്? ആർ ഫോർ റോക്കറ്റ്. റോക്കറ്റ് കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മള് എന്താണ് അങ്ങനെ താഴ്ത്തി ഒഴുക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോകൂല്ലേ? റോക്കറ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് തുമ്പയിലൊക്കെ പോകണം അല്ലേ? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പയില്. അതവിടെ പോയാലൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊക്കെ കാണാം അല്ലേ? ഇതെന്താണ്? റോക്കറ്റ്. ആർ ഫോർ റോക്കറ്റ്. കിട്ടിയോ? ഇനി എന്താണ്? ആർ ഫോർ റിംഗ്. എന്താണ്? ആർ ഫോർ റിംഗ്. റിംഗ് എന്താ? നമ്മുടെ വിരലൊക്കെ ഇടണേ, വിരലിൽ എടുത്തില്ലേ നമ്മള്? റിംഗ്. മോതിരം അല്ലേ? ആർ ഫോർ റിംഗ്. ഏതൊക്കെയാ? ആർ ഫോർ റോസ്, ആർ ഫോർ റാബിറ്റ്, ആർ ഫോർ റോക്കറ്റ്, ആർ ഫോർ റിംഗ്. കിട്ടിയോ? ഒന്നുകൂടെ.
R for rose. R for rabbit. R for rocket. R for ring. മനസ്സിലായില്ലേ? ഇത് വായിച്ചിട്ട് ടീച്ചർ അയച്ചു തരുമോ? അയച്ചു തരണം കേട്ടോ. പിന്നെന്താണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ ആർ എഴുതാനുണ്ട്, സ്മോൾ ആർ എഴുതാനുണ്ട്. എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കണ്ടേ? കറക്റ്റ് ഡോട്ടിൽ മാത്രമേ എഴുതാവുള്ളൂ. കണ്ടോ, ഇവിടെ 4 ലൈനാണ് തന്നേക്കണേ. അതിനകത്ത് 3 ലൈൻസിലാണ് നമ്മൾ ക്യാപിറ്റൽ ആർ ഒക്കെ എഴുതിയേക്കണേ. സ്മോൾ ആറോ ഈ 2 ലൈൻസിൽ മാത്രമാണ് എഴുതിയേക്കണത്. ഇതിൽ എഴുതിയേക്കണ പോലെ തന്നെ എഴുതണം കേട്ടോ. എഴുതിയിട്ട് വലിച്ചു വാരിയൊന്നും എഴുതാതെ നീറ്റായിട്ട് ടീച്ചറിന് അയച്ചു തരുമല്ലോ. ഓക്കെ, പിന്നെന്തൊക്കെയാ ചെയ്യണ്ടേ? ABCD ഫുള്ളൊന്ന് പറഞ്ഞു നോക്കണം. ആർ എഴുതണം. ആർ ഇതിൽ മാത്രം എഴുതിയാൽ മതിയോ? അല്ല, നമ്മുടെ 4 ലൈൻ ബുക്കിൽ വൃത്തിയായിട്ട് എഴുതണം. എഴുതുവോ? നല്ല നീറ്റായിട്ട് എഴുതുവോ? എഴുതിയിട്ട് ടീച്ചർ അയച്ചു തരുമല്ലോ. അയച്ചു തരണം. പിന്നെ ഇത് ഫുള്ള് വായിക്കുക വേണം. ഓക്കെ അല്ലേ? ടീച്ചർ പൊക്കോട്ടെ ഇന്ന്. ഓക്കെ, വൃത്തിയായിട്ട് ചെയ്തിട്ട് ടീച്ചറിനെ ഇതെല്ലാം അയച്ചു തരണേ. ബൈ.